ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മരുന്ന് കഞ്ഞിയാണ്. ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഞ്ഞി. അതാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടാറ് ഐറ്റമാണ് ഈ കഞ്ഞി. ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയറാണ്. 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് അരിയാണ്. അപ്പോൾ ആ ചെറുപയർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്നത്, ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവയാണ് കേട്ടോ. 1/4 കപ്പ് ഉലുവ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതും ഞാൻ ആ ചെറുപയറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.25 കപ്പ് അരിയാണ് ഇതിലേക്ക് വേണ്ടത്. അത് ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ നെല്ല് കുത്തരി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. അതായത് പാലക്കാടൻ മട്ട എന്നൊക്കെ പറയുന്ന ആ അരിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. അത് ഒരല്പം ഹെൽത്തി ആയിട്ടുള്ള അരിയാണ്, കാരണം അതിൽ നാരുകളും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ നാടൻ പുഴുക്കലരിയും അതേപോലെ പച്ചരിനെക്കാട്ടൊക്കെ നല്ലത് പാലക്കാടൻ മട്ട അല്ലെങ്കിൽ നമ്മുടെ നെല്ല് കുത്തരി, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ഞാനൊരു 1.25 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് എടുക്കേണ്ടത് മുതിരയാണ്. അതൊരു 1/4 കപ്പ് മുതിര ആണ് എടുക്കുന്നത്. ഈ മുതിര നമ്മൾ ഒരു കാരണവശാലും ഈ അരിയുടെ കൂടെ ഇട്ട് കഴുകാൻ പാടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വേറെ കഴുകി വെക്കുക. പിന്നെ നമ്മൾ ഈ അരി, ചെറുപയർ പരിപ്പ്, ഉലുവ ഇതെല്ലാം അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഞരടി കഴുകണം. കാരണം ഈ അരിയിലും ചെറുപയറിലും ഉലുവയിലൊക്കെ ഒരുപാട് കച്ചറകളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 4-5 വട്ടം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുക. ഇനി നമ്മൾ ഒരു ചെമ്പ് കുടുക്ക വെച്ച് അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ച അരി, ഉലുവ, ചെറുപയർ ഇതെല്ലാം ഇട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മളിത് ബോയിൽ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ അടുപ്പെല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മുതിര ഇടേണ്ടത്. വെള്ളം തിളക്കുന്നതിന് മുമ്പ് മുതിര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുതിര ഒരിക്കലും വേവില്ല. അപ്പോൾ തിളക്കാത്ത വെള്ളത്തിൽ മുതിര ആരും ഇട്ട് വേവിക്കരുത്. ഇപ്പോൾ നമ്മുടെ അരിയും ചെറുപയറും ഉലുവയും എല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഈ മുതിര കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മുതിര ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി വീണ്ടും നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. സാധാരണ ഒരു അരി വേവുന്ന സമയം തന്നെയാണ് ഇതിനും വേണ്ടത്. അതിനേക്കാളും ഒരു അരമണിക്കൂർ കൂടുതൽ വേവണം. അപ്പോൾ അതിലെല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. അരിയുണ്ട്, മുതിരയുണ്ട്, ഉലുവയുണ്ട്, അപ്പോൾ എല്ലാ അതുപോലെ ചെറുപയറും, അങ്ങനെയുള്ള എല്ലാ സാധനവും നമ്മളതിലിട്ട് മൂടി വെച്ച് വേവിക്കുക. വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ കർക്കിടക മാസത്തിലെ മഴ സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യത്തിന്, ശരീരപുഷ്ടിക്കും എല്ലാത്തിനും വളരെ നല്ല ഒരു കഞ്ഞിയാണിത്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട മരുന്ന് അത് നമുക്ക് വൈദ്യശാലയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരല്പം മഞ്ഞപ്പൊടി കൂടി നമ്മളിത് ചേർക്കണം. പിന്നെ ഇതിൻ്റെ ഈ മരുന്ന്, ഈ കർക്കിടക കഞ്ഞിയുടെ മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വൈദ്യശാലയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സാധനങ്ങളെപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളം കുറവാണ്. ആവശ്യത്തിലുള്ള വെള്ളം ഇനി അതിലേക്ക് ഒഴിക്കണം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു അരവ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടത് തേങ്ങ വേണം. ഒരു അരമുറി തേങ്ങ വേണം. അതേപോലെ ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല തുടങ്ങിയ സാധനങ്ങൾ, ഇതെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിൻ്റെ ജാറിലേക്കിട്ട് നമുക്ക് നല്ല രീതിയിൽ നിന്ന് അടിച്ച് എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ മരുന്ന് കൂടി ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ ഇപ്പോൾ നമ്മൾ ഈ മരുന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ഈ അരവിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് അരച്ച് എടുക്കണം. ഈ മരുന്നിൻ്റെ പൊടി ഒരു 2-3 സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഒരല്പം കൂടി വെള്ളം ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക.
എന്നതിന് ശേഷം നമ്മുടെ ഈ അരവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെയും കരിയാണ്ടൊക്കെ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് തിക്നെസ് ഉള്ള ഒന്നാണല്ലോ. സാധാരണ നമ്മൾ ചോറ് ഊറ്റുന്ന പാകത്തിലല്ല. അപ്പോൾ ചെറിയ തീയിൽ നല്ല മൂടി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ആ ജാറ് ഒന്ന് കഴുകിയ വെള്ളം ആണ് നമ്മൾ വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ജാറ് കഴുകിയ വെള്ളം എന്ന് വെച്ചാൽ സോപ്പിട്ട് കഴുകിയ വെള്ളമല്ല, നമ്മൾ ആ അരവ് ഒഴിച്ചിട്ട് ബാക്കി അതിലുണ്ടാവുമല്ലോ കുറച്ച് ജാറിൽ, അപ്പോൾ അതൊരു ലേശം വെള്ളം ഒഴിച്ച് ചുഴറ്റിയിട്ട് ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ഈ കർക്കിടക കഞ്ഞി ഇവിടെ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു സംഗതിയാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കർക്കിടക കഞ്ഞി. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യണം. പറ്റ തിക്നെസ് ആവരുത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയെങ്കിലേ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു താളിപ്പ് കൂടി ചെയ്യാനുണ്ട്. അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. പിന്നെ കുറച്ച് RKG നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡേ, RKG ഉള്ള മറ്റു ഏത് നെയ്യായാലും കുഴപ്പമില്ല. നറുനെയ്യ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ്. ഞാനിവിടെ RKG ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യ് തന്നെ ഉപയോഗിക്കണം എന്ന് മാത്രം. പിന്നെ ഏറ്റവും കഴിയുന്നതും നെയ്യായാലും ഏത് സംഗതി ആയാലും നമ്മൾ കുറച്ച് ഉപയോഗിക്കുക. അത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഓയിലൊക്കെ ആണെന്നിട്ട് വളരെ കുറച്ച് ഉപയോഗിക്കുക. ഇപ്പം ഞാനധികം ഓയിൽ ഇഷ്ടപ്പെടാത്ത ആളതിനെ കൊണ്ടാണ് ഞാൻ വെറും 1 സ്പൂണ് മാത്രമേ നെയ്യ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ ഇനി 2 സ്പൂണൊക്കെ എടുക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ഓയിൽ നമ്മൾ കുറക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ഇപ്പോൾ ഞാൻ ആ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒന്നൊരു മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 അല്ലി വേപ്പിൻ്റെ ഇല കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നെയ്യ് ഒഴിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് കുറക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ താളിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ഞിൻ്റെ കൂടെ നമുക്ക് അച്ചാർ, അതുപോലെയുള്ള സാധനങ്ങൾ, പപ്പടം, അതുപോലെ മറ്റേ മുരിൽ കാച്ച മുളകൊക്കെ ഉണ്ടല്ലോ, കൊണ്ടാട്ട മുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കാം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ല ഒരു മരുന്നാണിത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ നോക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.